ഹേ ഗായ്സ്, ഞാൻ പിന്നെയും വന്നു. വേർഷൻ 5.2ന്റെ അപ്ഡേറ്റിന് ശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഗെയിമിൽ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. പുതിയ ഗെയിം പ്ലേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. പുതിയ മാനേജർ, പുതിയ പാക്സ്, പിന്നെ അതുപോലെ തന്നെ ഫ്രീ ഷോർട്ട് ടൈം എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പോരാത്തതിന് പെനാൽറ്റി ഗെയിമിലും 2 പുതിയ പ്ലേയേഴ്സും ആഡ് ആയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള ഈ ഒരു നോമിനേറ്റീവ് കോൺട്രാക്ട് പാക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ക്ലച്ച് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞ ടൈറ്റിലാണ് ഈ ഒരു പാക്ക് വന്നിട്ടുള്ളത്. അതായത് ഈ പാക്കിലുള്ള എല്ലാ പ്ലേയേഴ്സിനും സൂപ്പർ സബ് സ്കില്ല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നല്ല പ്ലേയേഴ്സ്, നിങ്ങളുടെ ടീമിലേക്ക് ഏതൊക്കെ പ്ലേയേഴ്സാണ് സൂട്ട് ആകുന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഈ 2 4 സ്റ്റാർസ് തുടങ്ങാം. ആദ്യത്തെ കാർഡ് റൂണി ബാഡ്ജിന്റെ ഈ ഒരു പ്രൊലിഫിക് വിങ്ങർ കാർഡാണ്. കാർഡ് 4 സ്റ്റാർ ആണ്. റേറ്റിംഗ് നോക്കണ്ട, അത്യാവശ്യം നല്ല സ്കിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡബിൾ ടച്ചും ലോങ് റേഞ്ച് ഷൂട്ടിങ്ങും ഡിപ്പിംഗ് ഷോട്ടും ഒക്കെ ഉണ്ട്. മാത്രമല്ല ഇൻ ഗെയിം പെർഫോമൻസ് കിഡിലനാണ്. എനിക്ക് കളിപ്പിച്ചിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, നല്ലോണം ടേൺ ചെയ്യാനും അത്യാവശ്യം നല്ല രീതിയിൽ കേൾ ചെയ്ത് ഫിനിഷ് ചെയ്യാനും പറ്റുന്ന ഒരു കാർഡ് തന്നെയാണ് റൂണിയുടെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്തായാലും 4 സ്റ്റാർസ് കളിപ്പിച്ച് നോക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്തായാലും തീർച്ചയായും ട്രൈ നോക്കണം. കൂടാതെ ഒരു ഭാഷ സ്ക്വാഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡ് തന്നെയാണ് റൂണി ബാഡ്ജിയുടെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ ജെയിംസ് മില്ലറിന്റെ കാർഡാണ്. അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇൻ ഗെയിം എനിക്ക് അത്ര പെർഫോമൻസ് തന്നിട്ടില്ല. പണ്ടത്തെ അത്ര ഒരു സോളിഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. മാത്രമല്ല അത്യാവശ്യം വേണ്ടുന്ന വൺ ടച്ച് പാസ്, ത്രൂ പാസ്, അതുപോലെ സ്കിൽസ് ഒക്കെ കുറവാണ്. എന്നാലും ബോൾ ട്രാക്കിങ്ങും അതുപോലെ ഇന്റർസെപ്ഷനൊക്കെ അത്യാവശ്യം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. നല്ലോണം ട്രാക്ക് ബാക്ക് ചെയ്ത് ഡിഫൻസിന് നല്ല സപ്പോർട്ടും തരുന്നുണ്ട്. എന്നാലും 4 സ്റ്റാർ കോൺടാക്ട് നിങ്ങളുടെ കയ്യിൽ എക്സ്പയർ ആവാനുണ്ടെങ്കിൽ തീർച്ചയായും എടുത്തു നോക്കാൻ പറ്റിയ ഒരു കാർഡ് തന്നെയാണ് ജെയിംസ് മില്ലറിന്റെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. അടുത്തത് ഏഞ്ചൽ കൊറിയയുടെ ഈ ഒരു റോമിംഗ് ഫ്ലാങ്ക് കാർഡാണ്. ഈ കൂട്ടത്തിലുള്ള ബെസ്റ്റ് വിങ്ങർ കാർഡാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ നിങ്ങൾക്ക് ഓൺ ദ ബോൾ അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടും അതുപോലെ തന്നെ വിങ്ങിൽ നല്ല ഓടിക്കളിക്കാൻ പറ്റിയ ഒരു പ്ലെയർ തന്നെയാണ്. നല്ല ബോൾ കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്കിൽസ് അത്യാവശ്യം വേണ്ടുന്ന സ്കിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ വൺ ടച്ച് പാസും പിൻ പോയിന്റ് ക്രോസിംഗും ഇല്ലാന്നേ ഉള്ളൂ. അതല്ലാതെ നിങ്ങൾക്ക് സെക്കൻഡ് ഹാഫിലൊക്കെ കളിപ്പിക്കാൻ പറ്റിയ ഒരു കാർഡ് തന്നെയാണ് കൊറിയയുടെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. എന്തായാലും ഈ കാർഡ് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തുക. അടുത്തത് ഫ്രെഡറിക്കോ കിയേസയുടെ ഈ ഒരു പ്രൊലിഫിക് വിങ്ങർ കാർഡാണ്. ഈ കാർഡിനെ പറ്റി എനിക്ക് അത്യാവശ്യം നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത് ഫസ്റ്റ് ടൈം കണ്ട സമയത്ത്. പക്ഷേ ഏകദേശം 97 98 എങ്ങാനാണ് ഇതിൻ്റെ മാക്സ് റേറ്റിംഗ് വരുന്നത്. സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വേണ്ട സ്കിൽസ് എല്ലാം കൊടുത്തിട്ടുമുണ്ട്. പിന്നെ റൈസിങ് ഷോട്ടൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് എന്താ പറയുക, ഡബിൾ ടച്ച് ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന സ്റ്റണ്ണിങ് ഷോട്ട് അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അത്യാവശ്യം നല്ല രീതിക്ക് ഫിനിഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബോള് കുറച്ച് പെട്ടെന്ന് നഷ്ടപ്പെടുന്ന പോലെ എനിക്ക് ഒരു ഫീൽ ചെയ്തിട്ടുണ്ട്. ചിലപ്പം അടുത്ത അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ ശരിയാവുമായിരിക്കും. എന്നാലും അത്ര സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടില്ല ഈ ഒരു കാർഡ് സത്യം പറയുകയാണെങ്കിൽ. എന്തായാലും എടുത്തു നോക്കുക. ഞാൻ എന്തായാലും കുറേ കേസുള്ള ഒരു കാർഡ് കളിപ്പിച്ചിട്ട് അതുകൊണ്ട് എടുത്തിട്ടുണ്ട്. സോ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് ഡേവിഡ് ഫ്രെറ്റേസിന്റെ ഒരു ഹോട്ട് പ്ലെയർ കാർഡാണ്. ഫ്രെറ്റേസിന്റെ മുമ്പ് ഒരു ഹൈലൈറ്റ് കാർഡ് നമ്മുടെ പെനാൽറ്റി ഗെയിമിൽ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോഴും കളിപ്പിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല മോശമില്ലാത്തൊരു കാർഡാണ്. അത്യാവശ്യം സ്റ്റാറ്റ്സും സ്കിൽസും ഒക്കെ ഉണ്ട്. പിന്നെ ഹോൾ പ്ലെയർ പ്ലേയിങ് സ്റ്റൈലിന്റെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ അറ്റാക്കിംഗ് സൈഡിലേക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. ബോൾ വിന്നിങ് അത്ര കിടുമല്ല, എന്നാലും അത്യാവശ്യം വേണ്ടുന്ന സമയത്തൊക്കെ ബോളൊക്കെ വിൻ ചെയ്യുന്നുണ്ട്. നല്ല ത്രൂ പാസിങ്, നല്ല സ്മൂത്ത് പാസിംഗ് ആണ് ഫ്രെറ്റേസിന്റെ ഒരു കാർഡ് എന്ന് പറയുന്നത്. എന്തായാലും ഒരു ഹോൾ പ്ലെയർ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കാർഡാണ് ഫ്രെറ്റേസിന്റെ ഈ ഒരു കാർഡ്. അടുത്തത് വേറെ ആരുമല്ല, നമ്മുടെ ഹാരി മഗ്വയറിന്റെ ഈ ഒരു ബിൽഡപ്പ് കാർഡാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു കാർഡ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ തോന്നുന്നില്ല. കാരണം ഒന്നാമത് ഇപ്പോൾ നമ്മുടെ ഡിഫൻഡേഴ്സിന് മെയിനായിട്ട് വേണ്ടുന്ന കാര്യമാണ് സ്പീഡ് എന്ന് പറയുന്നത്. ഈ കാർഡിന് ഏകദേശം 77 അങ്ങനെ എത്രയാണ് സ്പീഡ് വരുന്നത്. എന്തായാലും 80ലേക്ക് കടക്കുന്നില്ല. ട്രെയിൻ ചെയ്ത് നിങ്ങൾക്ക് ഒരു 80 ആക്കാം. പക്ഷെ അങ്ങനെ കഷ്ടപ്പെട്ട് എത്തിച്ചിട്ട് കളിക്കേണ്ട ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം അതിനേക്കാൾ എത്രയോ ബെറ്റർ ബിൽഡപ്പ് കാർഡ് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടാവും. ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായും ഈ കാർഡ് എടുക്കുക, നിങ്ങൾ നിരാശപ്പെടില്ല. പക്ഷേ കുറച്ചൊരു സ്പീഡ് വേണ്ടുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു സ്പീഡ് ലാക്ക് ചെയ്യുന്നതായിട്ടൊക്കെ തോന്നും. ഏരിയയിൽ ആൾ കിടുവാണ്. നല്ല രീതിക്ക് തന്നെ ഏരിയൽ ബോൾസ് ഒക്കെ ഡിഫെൻഡ് ചെയ്ത് തരുന്നുണ്ട്. സോ സെക്കൻഡ് ഹാഫിലൊക്കെ കളിപ്പിക്കാനൊക്കെ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്ക്വാഡൊക്കെ ഉണ്ടാക്കാനും ഈ കാർഡ് തീർച്ചയായും ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഞാൻ കണ്ണടച്ച് തള്ളിക്കളയുന്നില്ല. നിങ്ങൾക്ക് തീർച്ചയായും എടുത്തു നോക്കാൻ പറ്റുന്ന ഒരു കാർഡ് തന്നെയാണ് ഹാരി മഗ്വയറിന്റെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു 97 റേറ്റഡ് കാർഡ് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ ഈ കാർഡ് എടുക്കുന്നില്ല എന്നുള്ളൂ. സോ എടുത്തവർ അഭിപ്രായം പറയാം. അടുത്തത് നമ്മുടെ ട്രൂസാർഡിന്റെ ഈ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ കാർഡാണ്. ഇതൊരു ലെഫ്റ്റ് വിങ് ഫോർവേഡ് കാർഡായിട്ടാണ് വന്നത്. പക്ഷേ ലെഫ്റ്റ് വിങ് ഫോർവേഡിൽ ഈ ഒരു പ്ലേയിങ് സ്റ്റൈൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ക്രിയേറ്റീവ് പ്ലേ മേക്കർ എപ്പോഴും സെൻറ്ററിൽ വെച്ച് കളിക്കുന്നതിനാണ് നല്ലത്.
അത്യാവശ്യം നല്ല ഡ്രിബിളിംഗ് ഉള്ള കാർഡാണ് കേട്ടോ. അത് ഈ ഒരു കാർഡല്ല, എൻ്റെ ഒരു ഹൈലൈറ്റ് കാർഡ് ഏകദേശം സിമിലർ റേറ്റിംഗും സിമിലർ സ്കിൽസ് ഒക്കെയുള്ള വേറൊരു കാർഡ് ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം ഇതും ഏകദേശം ആ ഒരു പെർഫോമൻസ് തന്നെ തരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഡബിൾ ടച്ച് സ്കില്ലില്ല, അത് നിങ്ങൾ കൊടുക്കേണ്ടി വരും. അത്യാവശ്യം വന്ന ഷൂട്ടിംഗ് സ്കില്ല് എല്ലാം കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ഫൂട്ടറാണ്. അപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് സൈഡ് AMF ആയിട്ട് കളിപ്പിച്ച് നോക്കാം, അത്യാവശ്യം നല്ല റിസൾട്ട് തരുന്നുണ്ട്. സോ ഈ ഒരു കാർഡിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തുക. ലാസ്റ്റ് ടൈം ഫൈനലായിട്ട് നമുക്ക് നല്ലൊരു കിടിലൻ CF കാർഡ് വന്നിട്ടുണ്ട്. 99 റേറ്റഡ് വരുന്ന ഗോൺസാലോ റാമോസിന്റെ ഗോൾഡ് പൗച്ചറാണ് പ്ലേയിങ് സ്റ്റൈലിൽ വരുന്നത്. അത്യാവശ്യം വരുന്ന സ്കിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഏരിയലി ആൾ അത്ര ഡോമിനന്റ് ആയിട്ട് തോന്നിയിട്ടില്ല. ക്രോസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഹെഡ് ചെയ്യാൻ ആളെ കിട്ടുന്നില്ല. പക്ഷേ ഫിനിഷിംഗ് അത്യാവശ്യം നല്ല കിടുവായിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ ഡബിൾ ടച്ച് ഒന്നും ഇല്ല. അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് വേറെ ഗോൺസാലോ റാമോസിന്റെ കാർഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും ഈ ഒരു കാർഡ് എടുക്കുന്നുണ്ടാവും. സോ ഇത്രയൊക്കെയാണ് ഒരു പാക്കിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇനി ഈ പാക്കിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാക്കിൽ ഞാൻ അത്യാവശ്യം നിരാശനാണ്. കാരണം ഇതിൽ ആകെ 2 കാർഡ്സ് മാത്രമേ 99 റേറ്റിംഗ് വരുന്നുള്ളൂ. ഈ KSയുടെ കാർഡ് ഒരു 98 ഒക്കെ വരികയാണെങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ 97 അങ്ങനെയൊക്കെയാണ് മാക്സ് റേറ്റിംഗ് വന്നത്. 97 98 ഒരു 99 എങ്കിലും വേണമായിരുന്നു. എന്തായാലും ഇതിൽ ഞാൻ പറഞ്ഞ പ്ലേയേഴ്സ്, ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള പ്ലേയേഴ്സിന് നിങ്ങൾ എന്തായാലും എടുത്ത് കളിപ്പിച്ച് നോക്കുക. പ്രത്യേകിച്ച് റൂണിയൊക്കെ 4 സ്റ്റാർക്ക് വെറുതെ കളയായിരിക്കും. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കാർഡ് തന്നെയാണ് അതും. സോ ഇത്രയൊക്കെയാണ് ഈ പാക്കിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. കൊണാമി നോമിനേറ്റിംഗ് കോൺട്രാക്ട് പാക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും കുറേ ഫ്രീ ആയിട്ട് കുറേ ഷോർട്ട് ടൈം ഒക്കെ തരുന്നതുകൊണ്ട് തൽക്കാലം നമുക്ക് ക്ഷമിക്കാം. പിന്നെ പുതിയതായിട്ട് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു നോമിനേറ്റിംഗ് പാക്ക് ഫെബ്രുവരിയിൽ അവർ കൊണ്ടുവരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല നല്ല സജഷൻസ് ഉണ്ടെങ്കിൽ ഈ ഫുട്ബോളിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി കമൻറ്റ് ചെയ്യുക. ഭാഗ്യമുണ്ടെങ്കിൽ നമ്മുടെ ആരുടെയും നല്ലൊരു സജഷൻ അവർ പാക്കായിട്ട് കൊണ്ടുവരായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല നല്ല സജഷൻസ് കമൻറ്റിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. സോ പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.